ശ്രീമതി നുസ്രത് ജഹാൻ, ഇവിടെ ആദിവാസി ഗോത്ര വനവാസി വിഭാഗത്തിൽ നിന്ന് ആദ്യമായി വന്ന ഒരു വനിതയാണ് നമ്മുടെ രാഷ്ട്രപതി. തൻ്റെ ജീവിതത്തിലെ കഠിനമായ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ആ സ്ഥാനത്തെത്തുമ്പോൾ രാജ്യം ആ വിഭാഗത്തെ തന്നെ ആദരിക്കുന്നതിന് തുല്യമാണ്. അതനുസരിച്ച് തന്നെയാണ് നാം ഇത്രയും കാലം മുന്നോട്ട് പോയത്. അപ്പോഴാണ് നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞതിന് ശേഷം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന്, സോണിയയുടെ ഭാഗത്തു നിന്നും, രാഹുലിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ പുതിയ ന്യായീകരണങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. സ്ത്രീയാണ്, അവർ തളർന്നു പോയതുകൊണ്ടാണ് എന്നൊക്കെ. അപ്പോഴും വളരെ ബോധപൂർവം അവർക്കെതിരെ നേരത്തെ പറഞ്ഞ പല പരാമർശങ്ങളും മറച്ചു വയ്ക്കുന്നുമുണ്ട്. എന്തായാലും ബോധപൂർവമായ ഒരു അധിക്ഷേപം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഫ്യൂഡൽ മനോഭാവത്തിൽ നിന്നാണ് ഇത്തരം അധിക്ഷേപങ്ങൾ ഉടലെടുക്കുന്നത് എന്ന് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം വർഷങ്ങളായി ഒരു പാർട്ടിയെ കുടുംബസ്വത്തായി കാണുകയും അതിന്മേൽ അധീശത്വം വഹിച്ചുകൊണ്ട് ഇങ്ങനെ നിരന്തരം പ്രസ്താവനകളും ഭരണവും ഒക്കെ കാഴ്ചവെക്കുകയും ചെയ്യുമ്പോൾ അത് മറ്റൊരിടത്തും പ്രാവർത്തികമാകും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവനയോ പരാമർശമോ അഭിപ്രായമോ ഒക്കെയായി പലപ്പോഴും ഇത് തികട്ടി വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയാണോ? അവർക്ക് തേട്ടി വരൂ. അതാണ് ഇപ്പൊ അവസ്ഥ. കാരണം അവര് വിചാരിച്ച പോലെ രാജ്യം ഈ പ്രാവശ്യം കിട്ടും, ഇനിയിപ്പോ അടുത്തത് കിട്ടുമെന്നും പറഞ്ഞ് നടക്കുമ്പോ ഈ രാജ്യം ഇനി ഒരിക്കലും കിട്ടാത്തത്ര ഉയരങ്ങളിലേക്ക് പോയി കഴിഞ്ഞു എന്നുള്ളത് ഈ രാജകുടുംബം മനസ്സിലാക്കുന്നില്ല. നമ്മൾ പറയുന്ന സോക്കോൾ രാജകുടുംബം. അപ്പൊ അത് അവരുടെ എല്ലാം വായന്ന് വരും. എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രിയാവുക, അധികാരം കിട്ടുക എന്നുള്ള ചിന്തയായിട്ടാണ് രാഹുൽ ഗാന്ധി നടക്കുന്നത്. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യാനും അവരെ കാലത്ത് തന്നെ അവർക്കാവാൻ പറ്റാത്ത പ്രധാനമന്ത്രി പദം രാഹുലിനെങ്കിലും കിട്ടണം. അപ്പൊ ഇതിനെങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവര് ഉണ്ടാക്കുക എന്നല്ലാതെ ഇവരെ പാർട്ടിയിൽ തന്നെ മുതിർന്ന നേതാക്കളൊക്കെ എവിടെ പോയി? അവരൊക്കെ എവിടെ പോയി? അവർക്ക് പോലും ഇവരോട് ഇന്ദിരാഗാന്ധിന്റെ കാലത്തും രാജീവ് ഗാന്ധിന്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന എത്രയോ നല്ല നേതാക്കന്മാരെ നമുക്കൊക്കെ അറിയാം. ഇവരുടെ പ്രവർത്തി കൊണ്ട് മാത്രം പോയവരാ അവര്. പലരും അത് പരസ്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ അതിനപ്പുറമുള്ള ഒരു നീതിയൊന്നും നരേന്ദ്രമോദിയും നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റും ഒന്നും അവരുടെ അടുത്തുനിന്ന് അത്രയുള്ള പ്രതിപക്ഷ ബഹുമാനമൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് എനിക്ക് പറയാനുള്ളത്. അവരെന്തെങ്കിലും കണ്ടുപിടിക്കുക. പക്ഷെ കണ്ടുപിടിക്കുന്നതൊക്കെ തെറ്റിപ്പോവുക, അബദ്ധമായി പോകുമ്പോ ഇവരും അവിടുന്ന് ഉരുണ്ട് കളിക്കുക. ഇപ്പൊ കഴിഞ്ഞ പാർലമെന്റ് സെഷൻ എങ്ങനെയാ അവസാനിച്ചേ? ഒരു പ്രായം ചെന്ന ഒരു MP-നെ അയാൾ കയറി വരുമ്പോ ഇയാളെ നടത്തം കൊണ്ട് അയാൾ വീട് വരാ, പേഴ്പസ്ഫുള്ളി ആവൂല. പക്ഷെ നമ്മൾ ഒരു പാർലമെന്റിൽ പോകുമ്പോ അതിൻ്റെതായ പവിത്രതയോടും പ്രതിപക്ഷത്തിരിക്കുക. ദിവസം അവിടെ സ്കൂളിൽ കുട്ടികളെ അടി ഉണ്ടാക്കാൻ പോകുന്ന പോലെയാണ് ഇവര് പോകുന്നത്. ഇവർക്ക് രാവിലെ വന്ന് അവിടെ പറയുന്നത് നാക്ക് പിഴച്ചും പോകുന്നത്. എല്ലാം നാക്ക് പഴുപ്പാണ് പറയും, എന്ത് പറഞ്ഞാലും. ഇതിപ്പോ BJPക്ക് പറയാൻ വേണ്ടി ഉണ്ടാക്കിയാന്ന് പറയാനേ എങ്ങനെയാ പറ്റുക? BJP ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവിടുന്ന് പാർലമെന്റ് സെക്ഷൻ കഴിഞ്ഞാൽ അവര് പറയണമായിരുന്നു ഇതിലൊന്നുമില്ല, എന്താ രാജ്യത്തിനുണ്ട് ചോദിക്കാനുള്ള ചോദ്യങ്ങളില്ലേ? അവര് പ്രതിപക്ഷത്തെ നേതാക്കന്മാരല്ലേ. അതിന് പകരം ഇവരെ പുവർ തിങ് പറയണ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാൻ ഒരാൾക്കും രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾക്കും ക്ഷീണം വരൂല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിനുള്ളവരുണ്ട്. അവര് കർമ്മഭൂമിയിൽ മരിച്ചു വീണ അല്ലെങ്കിൽ രാഷ്ട്ര സ്നേഹമുള്ളവർ അങ്ങനെ തന്നെയാ ഉണ്ടാവുക. അവർക്ക് ഹെൽത്ത് ഉണ്ടോ നോക്കാൻ അവിടെ അതിനായിട്ടുള്ള ആൾക്കാരില്ലേ? നമ്മൾ കണ്ടില്ലല്ലോ. അവർക്ക് തലകറങ്ങണതോ ക്ഷീണം വരുന്നതോ ഒന്നും കണ്ടിട്ടില്ല. അതാണെന്ന് ഇന്ന് പറഞ്ഞിരിക്കണേ. പാർലമെന്റിന്റെ അകത്തുനിന്നുള്ള ഇതുവരെ വന്നു, റിപ്പോർട്ട് വരെ വന്നു. അത് പറയാന്ന് പറയുന്നത് ശരിക്ക് അവര് പരിഹസിച്ച പോലെയാണ്. ഒരു സ്ത്രീ തന്നെ ഒരു സ്ത്രീത്വത്തെ പരിഹസിക്കുക എന്നുള്ളത്. കാരണം അവര് ഒരു ഭാരതത്തിനോട് കൂറുള്ള ആളല്ല എന്ന് പറയുന്ന പോലെ അവര് ഇറ്റലിയിലെ പ്രിയങ്ക വാദ്രയുടെ ഒരു ന്യായീകരണം എന്ന് പറയുന്നത് തൻ്റെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയാണ്, അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പ്രതികരണം വന്നത് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ പൊതുപ്രവർത്തനമൊക്കെ നിർത്തിവെച്ച് വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കാൻ പറയാമല്ലോ ആ അമ്മയോട്. അമ്മനെന്തിനാ അസുഖമുള്ള അമ്മനെയും പിടിച്ചിട്ട് ഇവരിങ്ങനെ പറയണത്? അമ്മനെയും പിടിച്ച് എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി ഇരുന്ന് അമ്മ പറഞ്ഞു കൊടുക്കും, ഇവര് പറയും, എന്നിട്ട് ഇവര് മാറ്റി പറയും. മൂന്നാളും കൂടി നല്ല ഒരു ഭയങ്കര കളി എല്ലാരും എത്തി. അതാണ് പാർലമെന്റിൽ ഇവർ വന്നത് തന്നെ അവിടെ എങ്ങനെയെങ്കിലും കലക്കിയെടുക്കുക. തിരിച്ച് പറയാൻ പറ്റാത്ത ഒന്നും ഉണ്ടാവുമ്പോ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞ് ആക്ഷേപിക്കുക. ഇതൊന്നും ലോക ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി പറയണാണെങ്കിൽ അവർക്ക് തെറ്റിപ്പോയി. ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയും ഒരു രാഷ്ട്രപതിനെ പറ്റിയോ
ഒക്കെ പറയുമ്പോ അന്യരാജ്യത്ത് പോയി ഇപ്പൊ രാഹുൽ പറയുന്ന പോലെ തന്നെയാണ് ഇതൊക്കെ വരുന്നത്. അപ്പൊ അത് രാഷ്ട്ര സ്നേഹമില്ലാത്ത ആണെന്നുള്ള ഒരു ഇംഗ്ലീഷുകാരൻ ഒരു ഇന്റർവ്യൂവിൽ പറയണ കേട്ടു, രാഹുൽ ഗാന്ധി പറയണേ. അപ്പൊ ഇവർക്ക് മനസ്സിലാവില്ല, ഇവരെ തന്നെയാണ് ഈ പിന്നെ ഇവിടെ കളിയാക്കപ്പെടുന്നത് ജനങ്ങൾ എന്നുള്ള. എല്ലാം RSSനെ പറയും, അല്ലെങ്കിൽ ഇത് പറയും BJP ഇതാണ് അത് ചെയ്ത്. പിന്നെ മുസ്ലിങ്ങൾ ഒരു കാര്യം എടുത്തോടൂ ഒന്നുമില്ലെങ്കിൽ. ഇപ്പൊ ക്രിസ്ത്യൻ, ഇപ്പൊ അദ്ദേഹം പറഞ്ഞു ക്രിസ്ത്യനിലുള്ള പ്രശ്നങ്ങൾ, മണിപ്പൂരിലെ പ്രശ്നങ്ങൾ പറഞ്ഞ് ഇവര് വരുന്നു. അവിടെ ഉള്ളത് അവര് തമ്മിലുള്ള പ്രശ്നങ്ങളും ചൈനയും മ്യാൻമാറും അവിടെ വന്ന് കയറി ആക്രമിച്ചാണ് ഈ കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന കാലത്തും ഉണ്ടായ പ്രശ്നത്തിനെയാണ് ഇവര് പറയുന്നത്. അതാണ് ഇപ്പൊ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് എപ്പോഴും ഇരിക്കുന്ന ഒരു കാര്യം. ഒരു മൈനോറിറ്റിക്ക് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എവിടെങ്കിലും ഒറ്റവിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം, അതേപോലെ തിരിച്ചങ്ങോട്ടും ചെയ്യുന്നില്ലേ? എന്താ ചെയ്യാത്തവരുള്ളത്? എന്താ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കോൺഗ്രസ് കൊടുത്തേ? ഓക്കെ, ഞങ്ങൾ രാജ്യം പിടിച്ചെടുത്ത് ഭരിക്കുമ്പോ അത് തന്നു. ആദ്യം വെട്ടിക്കീറിയ ഒരു രാജ്യത്തെ കിട്ടിയ പാട് വെട്ടിക്കീറിയ ഒരു രാജ്യമാണ് ഇന്ത്യ. എന്നിട്ടും ഇപ്പോഴും ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ വേണം, രാഷ്ട്രത്തിൽ ഇങ്ങനെ വേണം, അങ്ങനെ വേണം എന്ന് ഇവരെന്നെ പറയിപ്പിക്കാൻ വേണ്ടി ഇവര് മറ്റുള്ളവരെ കൊണ്ടുവരൂ. ഏറ്റവും വലിയ ഇത് തോന്നുന്ന, രാജ്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ പോകുന്ന SDPIന്റെയും ഒക്കെ വോട്ട്, ജമാഅത്ത് ഇസ്ലാമിന്റെയും ഒക്കെ കൂടെ നിന്ന് വോട്ട് വാങ്ങുന്ന ആൾക്കാരല്ലേ ഇവര്. പാലക്കാട് നമ്മൾ കണ്ടു പരസ്യമായിട്ട് SDPIന്റെ പ്രകടനം, കോൺഗ്രസിന് അത്ര പ്രകടനം ഉണ്ടായിട്ടില്ല. രാജ്യം അവരുടെ പിന്നെ എന്താണ് അവരെ മുദ്രാവാക്യം നമ്മൾ കേട്ടതല്ലേ ഈ രാജ്യം മാത്രല്ല ലോകമൊട്ടുക്ക് കേട്ട്. അപ്പൊ ഇതെല്ലാം ബംഗ്ലാദേശിൽ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോ ഒന്നും ഇവര് മിണ്ടൂല, അതിനൊന്നും ഇവർക്ക് ഒരു ശബ്ദവുമില്ല. ബംഗ്ലാദേശിലെ പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്ത ബാഗ് കൊണ്ട് ഇവര് കാണിക്കണ മുഴുവൻ കോമിക്കുകൾ കാണിച്ചിട്ട് പിന്നെ അത് തെറ്റിപ്പോകുമ്പോ അത് വേറെ കാര്യം കാണിക്കും. പാകിസ്ഥാൻ അത് ആരെയും സുഖിപ്പിക്കാൻ വേണ്ടി കൊണ്ട് പിറ്റേ ദിവസം ബംഗ്ലാദേശി ഹിന്ദു. ഇതൊക്കെ ആദ്യമായിട്ട് പിന്നെ എന്താ പറയാ, സ്കൂളിൽ പോണ കുട്ടികൾ കളിക്കുന്ന പോലെയാ. പക്ഷെ ഇവര് പറയുന്നുണ്ടല്ലോ ഇവരെ രാഷ്ട്ര പാരമ്പര്യം, ഇവർക്കൊന്നും അത് ആദ്യം തൊട്ടേ ഇല്ല. നെഹ്റുവിന്റെ കാലത്തെ ഈ രാജ്യത്തോട് നമുക്ക് ഒരു പിന്നെ മര്യാദയും കിട്ടിയിട്ടില്ല ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എന്നുള്ള. കാരണം രാജ്യത്തിനെ സംരക്ഷിക്കണമായിരുന്നു. ഇപ്പൊ ഏത് ആധിപത്യത്തെയും അവര് സപ്പോർട്ട് ചെയ്തിട്ട് അവർക്കുള്ള കാര്യങ്ങൾ തന്നെ ആക്കിയിട്ട് കൊണ്ടുവരുമ്പോ എന്തുകൊണ്ട് ഈ രാജ്യത്തെ ഒരു സംഗതി, അതൊക്കെയാണ് ഇവർക്ക്. എത്ര പറഞ്ഞാലും നമ്മൾ പറയും നമ്മളെ പിന്നെ RSSനെ സപ്പോർട്ട് ചെയ്യാണല്ലേ BJP. ഈ രാജ്യത്തെ എന്തെങ്കിലും ഒരു സംഗതി ഇവര് ഹൈലൈറ്റ് ചെയ്ത് എവിടെങ്കിലും ഈ 68 വർഷത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഒരു കാര്യം ഇവർക്ക് പറയാൻ പറ്റുമോ? ഇവര് ടെക്നോളജി കൊണ്ടുവന്നു, കണ്ടു, അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ പറയും. അത് പറയുമ്പോ രാജ്യം എന്ന് പറഞ്ഞ ഒരു സ്പിരിച്വൽ ലാൻഡ് ഇന്ത്യ എന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം അവര് കണ്ടിട്ടില്ലാതെ പോയതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതിനെ വെച്ചിട്ട് എന്ത് പറയും? അപ്പൊ അത് വർഗീയതയാക്കി മാറ്റും. വർഗീയത പറഞ്ഞ് കേട്ട് എല്ലാരും വർഗീയത പഠിച്ച് എന്ന് പറഞ്ഞ് രണ്ടാമത് എവിടെ നോക്കിയാലും അപ്പോഴത്തേക്ക് ആക്ഷേപിക്കണായി. സാധാരണ പൊളിറ്റിക്സ് ഇല്ലാത്ത പോലും ആ ഒരു ടാർഗറ്റ് ഇവരുടെ ജയിച്ചു, വർഗീയത എന്നുള്ള ഉണ്ടാക്കി വെക്കാം. ഇപ്പൊ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്, ക്രിസ്ത്യാനിക്കൊന്നും ഒരു പ്രശ്നവും ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇല്ല. ഒരു ക്രിസ്ത്യാനിക്കും ഇല്ല, ഒരു മൈനോറിറ്റിക്കും ഇല്ല. മൈനോറിറ്റി ഹാപ്പിയാണ്. ഇപ്പൊ സിക്കിനെ പറയും, സിക്കിനെ കൂട്ടക്കൊല നടത്തിയ ആരായിരുന്നു? കോൺഗ്രസ് അല്ലേ? BJP ആയിരുന്നോ? ഒരു സിഖുകാരൻ കോൺഗ്രസിന്റെ പേര് പറഞ്ഞാൽ അവരവിടുന്ന് മാറിക്കളയും. കാരണം അവർക്ക് കേൾക്കാൻ ഇഷ്ടമില്ല, അത്രക്കും വെറുത്തുണ്ട്. അതാണ് ഇവിടുത്തെ മൈനോറിറ്റിയോട് ചെയ്തത് അവര്. എന്ത് വരുമ്പോ ആദിവാസി പറയുമ്പോ എല്ലാം തമിഴിന്റെ, നമുക്കിപ്പോ രാജീവ് ഗാന്ധിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്കറിയാലോ. അവിടെ ഇപ്പൊ അവരെ എത്ര ബഹുമാനം കൊടുത്തു പിന്നുള്ളത് നമ്മൾ കണ്ടില്ലേ. എല്ലാം പറയുമ്പോ ഇപ്പൊ എല്ലാം വർഗീയതന്റെ മേലിൽ കെട്ടിവെക്കുക അല്ലെങ്കിൽ പരിഹസിക്കുക, ഈ രണ്ട് സംഗതികൾക്ക് ഇവരെ ഇതിനൊന്നും ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ മറുപടിയെ പറയരുത്. കാരണം അവരെ വർഗീയതയുടെ പേരിൽ കോൺഗ്രസ് കടന്നാക്രമിക്കുമ്പോഴും വയനാട് ലഭിച്ച വോട്ടുകളുടെ ശരാശരി കണക്കുകൾ പുറത്തു വരുന്നു. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ എവിടെ നിന്നാണ് അത് എത്തിയത് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാകുന്നതാണ്. താങ്കളിലേക്ക് എത്താം.